മലയാളികളെ, നമ്മുടെ മനസ്സുകളെ ഒരുപോലെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കേസാണ് സൗമ്യ വധക്കേസ്. നമ്മൾ ആരും തന്നെ മറന്നിട്ടില്ല ഒറ്റക്കയ്യനായിട്ടുള്ള യാചകനായ ഈ അടുത്ത് ജയിൽ ചാടാൻ ശ്രമിച്ചിട്ടുള്ള ഗോവിന്ദച്ചാമിയെ. സൗമ്യ വധക്കേസ് ഉണ്ടായ ആ നിമിഷം എല്ലാ സ്ത്രീകളും കുറെ നാള് പേടിച്ചു. രാത്രികാലങ്ങളിൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഗോവിന്ദച്ചാമി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഒരു ചോദ്യം ചോദിച്ചു. രാത്രി സമയത്ത് ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സെക്സ് അല്ലാതെ മറ്റെന്താണ് വേണ്ടത്? ഇത്തരത്തിലാണ് ഓരോ പുരുഷന്റെയും തലച്ചോറ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളായിട്ടുള്ള ആ ചിന്തയിൽ നിന്നും ഇന്നും ഉണരുവാൻ വേണ്ടിയിട്ട് ഒരു പുരുഷന് കഴിഞ്ഞിട്ടില്ല. ഇന്നും അതിനെതിരായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം പുരുഷന് കൃത്യമായ രീതിയിൽ ലഭിച്ചിട്ടില്ല. കണ്ണൂരിലെ 2023 കേരളത്തിന്റെ റെയിൽവേയിലെ കണക്ക് പ്രകാരം മൊത്തം പോപ്പുലേഷനിൽ 83.4% സ്ത്രീകളാണ് സെക്ഷലി അസോൾട്ടിങ്ങിനും അതുപോലെ തന്നെ സെക്ഷലി റേപ്പിനും റെയിൽവേയിൽ മാത്രം ഇരകളായിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓരോ മണിക്കൂറിലും 4 സ്ത്രീകളാണ് റേപ്പിന് ഇരയാക്കപ്പെടുന്നത്. ഒരു ദിവസം 86 സ്ത്രീകൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുകയും അസോൾട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് റെയിൽവേയിൽ. അതുപോലെ 2023 പഠനപ്രകാരം കേരളത്തിൽ മാത്രം 313 കേസുകളാണ് ഇന്ത്യൻ റെയിൽവേയിൽ സെക്ഷലി റേപ്പ് ചെയ്യപ്പെടുകയോ അസോൾട്ട് ചെയ്യപ്പെടുകയോ ആയിട്ടുള്ള സ്ത്രീകളുടെ റേറ്റ് കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് നാളുകൾ മാത്രം, ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴക്കൂട്ടത്ത് ഒരു IT പെൺകുട്ടിയെ ഉറക്കത്തിൽ പീഡിപ്പിച്ചു. പണം കൊടുത്ത് കിടന്നുറങ്ങുന്ന ലേഡീസ് ഹോസ്റ്റലിന്റെ അവളുടെ മുറിയിൽ വന്നിട്ട് ഒരു മനുഷ്യൻ മനസമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ ഒരു പെൺകുട്ടിക്ക് ഉറങ്ങാൻ കഴിയുകയില്ലെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ദുരിതമാണ്. 2 ദിവസം മുമ്പാണ് നമ്മുടെ കേരളത്തില് കേരള എക്സ്പ്രസിലെ ലേഡീസിന്റെ കമ്പാർട്ട്മെന്റില് 2 സ്ത്രീകളെ ഒരു കള്ളുകുടിയെ കയറി പിടിച്ചത്. കയറി പിടിച്ച് ആ 2